നായകൻ VDS സ്വാഗതം Profit24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. കേരളത്തിലെ പുതിയ ക്യാപ്റ്റനെ ലഭിച്ച ദിവസമാണിന്ന്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസത്തെ തർക്കത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. നവകേരളം കെട്ടിപ്പടുക്കാൻ ഒരു ടീം രൂപീകരിക്കുമെന്നും കേരളത്തെ രക്ഷിക്കാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്നും VD സതീശൻ പ്രതികരിച്ചു. ഇറാൻ യുദ്ധത്തിന് ചൈനയിൽ പരിഹാരമാകുമോ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നതതല സന്ദർശനത്തിലേക്കാണ് ലോക ശ്രദ്ധ. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് ട്രംപ് ഷീ ചർച്ചയിൽ ധാരണയായെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഹോർമൂസ് കടലെടുക്ക് ആഗോള വ്യാപാരത്തിനായി തുറക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരു രാജ്യങ്ങളും എടുത്തു പറഞ്ഞു. ചൈന US നിന്ന് വീണ്ടും എണ്ണ വാങ്ങുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. സമാധാന കരാറിനും ഹോർമൂസ് തുറക്കുന്നതിനുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സുഹൃത്ത് രാഷ്ട്രമായ ഇറാനോട് സംസാരിക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ഹൈ പ്രൊഫൈൽ കൂടിക്കാഴ്ചകളുടെ ദിവസമാണിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് കൂടിക്കാഴ്ചകളുടെ വേദിയായത്. ഇറാൻ സംഘർഷത്തിന്റെയും എണ്ണ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചകൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ട്രംപ് ഷീ കൂടിക്കാഴ്ച വിപണിക്ക് ആവേശമായി. ഏതാനും ദിവസത്തെ വീഴ്ചയ്ക്ക് ശേഷം വിപണിയിൽ ആശ്വാസ റാലി ദൃശ്യമായി. സെൻസെക്സ് 789 പോയിന്റ് ഉയർന്ന് 75,398 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 277 പോയിന്റ് മുന്നേറി 23,689 വ്യാപാരം അവസാനിപ്പിച്ചത്. താഴ്ന്ന നിലയിൽ ഓഹരികളിൽ വാല്യൂ ബൈയിങ് നടന്നതും വിപണിയെ മുന്നോട്ട് നയിച്ചു. രൂപയുടെ മൂല്യം വീണ്ടും പുതിയ റെക്കോർഡുകളിട്ട് താഴുകയാണ്. 95.87 എന്ന സർവ്വകാല റെക്കോർഡാണ് ഇന്ന് രൂപ കുറിച്ചത്. 2026 ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറിയിട്ടുണ്ട്. 2026 ജനുവരിയുടെ തുടക്കത്തിലെ 89-ൽ നിന്ന് 7% ഇടിവ് ഇതിനകം രൂപയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. 100-ലേക്ക് രൂപയുടെ മൂല്യം ഇടിയുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ ആശ്വാസം ദൃശ്യമാണ്. $105.5 ബ്രന്റ് ക്രൂഡ് വില താഴ്ന്നു. അതേസമയം ഇന്ത്യയിൽ സ്വർണ്ണത്തിന്റെ വില വർധന തുടരുന്നു. 22 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 14,880 രൂപയിലെത്തി. പവന് 240 രൂപ വർധനയോടെ 1,19,040 രൂപയാണ് ഇന്നത്തെ വില. ഇതിനിടെ ഒമാൻ തീരത്ത് ഒരു ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. കപ്പലും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല.